ഈ സെക്ഷനിൽ നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനെ പറ്റിയിട്ട് പഠിക്കാം. പ്രോപ്പർട്ടീസ് അതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ്, ഫസ്റ്റ് സെക്ഷൻ ആയിക്കോട്ടെ പ്രോപ്പർട്ടി. അതിലുള്ളതാണ് സൈൻ ഇൻവേഴ്സ് 1/x. സൈൻ ഇൻവേഴ്സ് 1/x എന്നാൽ കൊസീക് ഇൻവേഴ്സ് എക്സ് ആണ്. സൈൻ ഇൻവേഴ്സ് 1/x ഈസ് ഈക്വൽ ടു കൊസീക് ഇൻവേഴ്സ് എക്സ്. ഇത് നമുക്കെങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. പ്രൂഫ് ഞാൻ ലെറ്റ് കൊസീക് ഇൻവേഴ്സ് എക്സ് ഒരു y ആണെന്നെടുത്ത്. ലെറ്റ് കൊസീക് ഇൻവേഴ്സ് എക്സ്, അതായത് റൈറ്റ് ഹാൻഡ് സൈഡിലെ കൊസീക് ഇൻവേഴ്സ് എക്സ് y ആണെന്നെടുത്ത്. അപ്പോൾ ഇൻവേഴ്സ് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും? കൊസീക് y എന്നാവൂലേ? കൊസീക് ഇൻവേഴ്സ് അങ്ങോട്ട് പോകുമ്പോൾ ഇതാവും. അതിൻ്റെ എന്താവും? ഇൻവേഴ്സ് അങ്ങോട്ട് പോകുമ്പോൾ റിയൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആവും അല്ലേ? ഇതെന്താ വരിക? അപ്പം എക്സ് ഈക്വൽ ടു കൊസീക് y എന്ന് കിട്ടി. അപ്പോൾ 1/x എന്താ വരിക? 1/cosec y അല്ലേ? അതായത് ദാറ്റ് ഈസ് 1/x എന്ത് വരും? 1/cosec y എന്ന് പറഞ്ഞാൽ എന്താ വരിക? സൈൻ y അല്ലേ? ഇനി ഈ സൈൻ ഇങ്ങോട്ടേക്ക് തന്നെ എടുക്കുക. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1/x അല്ലേ എന്ത് വരിക? y എന്ന് കിട്ടുക. ക്ലിയർ ആയോ? ഈ സൈനെ വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ എടുത്ത് അല്ലേ? ഇനി നമ്മൾ തുടങ്ങിയത് എന്താ വരുന്നത്? കൊസീക് ഇൻവേഴ്സ് എക്സ് അല്ലേ y എന്ന്, അങ്ങനെയല്ലേ തുടങ്ങിയത്? കൊസീക് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു y. ഇവിടെ എന്താ വരിക? സൈൻ ഇൻവേഴ്സ് 1/x y ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? റൈറ്റ് സൈഡിൽ രണ്ടും y. therefore സൈൻ ഇൻവേഴ്സ് 1/x ഈസ് ഈക്വൽ ടു എന്ത് വരും? കൊസീക് ഇൻവേഴ്സ് എക്സ്. ക്ലിയർ ആയോ അല്ലേ? ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത പ്രോപ്പർട്ടി ഇംപ്രൂവ് ചെയ്യാം. സെക്കൻഡ് വൺ, കോസ് ഇൻവേഴ്സ് 1/x എന്ന് പറയുന്നതാണ് എന്ത് വരിക? സീക്ക് ഇൻവേഴ്സ് എക്സ് അല്ലേ? ഞാൻ എന്താ എടുക്കുന്നത്? ലെറ്റ് y ഈക്വൽ ടു എന്തെടുത്ത്? കോസ് ഇൻവേഴ്സ് ഈ സീക്ക് ഇൻവേഴ്സ് എക്സിനെ y എന്ന് എടുക്കുക. ലെറ്റ് സീക്ക് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു y. അപ്പോൾ ഇൻവേഴ്സ് അങ്ങോട്ട് പോകുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും? സീക്ക് y എന്ന് കിട്ടും അല്ലേ? 1/x എന്താ വരിക? 1/sec y. 1/sec എന്ന് പറഞ്ഞാൽ എന്താ വരിക? കോസ് y അല്ലേ? അപ്പം 1/x ഈസ് ഈക്വൽ ടു എന്ത് വന്ന്? കോസ് y. ഇനി കോസിനെ ഇങ്ങോട്ടേക്ക് തന്നെ എടുക്കുക. അപ്പം എന്ത് വരും? ഇംപ്ലൈസ് കോസ് ഇൻവേഴ്സ് 1/x ഈസ് ഈക്വൽ ടു y അല്ലേ? ഇനി ഇതാ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2 കമ്പയർ ചെയ്ത് നോക്ക്. ലെഫ്റ്റ് സൈഡ് സെയിം അല്ലേ? ഇംപ്ലൈസ് കോസ് ഇൻവേഴ്സ് 1/x ഈസ് ഈക്വൽ ടു എന്ത് വരും? സീക്ക് ഇൻവേഴ്സ് എക്സ്. ക്ലിയർ ആയോ? അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടിയിൽ തന്നെ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാം? തേർഡ് വൺ ആയിട്ടുള്ള ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് കേട്ടോ. ടാൻ ഇൻവേഴ്സ് 1/x പറഞ്ഞാൽ കോട്ട് ഇൻവേഴ്സ് എക്സ്. ക്ലിയർ ആയോ? അപ്പം നമ്മൾ 3 പ്രോപ്പർട്ടി പഠിച്ച് സൈൻ ഇൻവേഴ്സ് 1/x ഈസ് ഈക്വൽ ടു കൊസീക് ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് 1/x ഈക്വൽ ടു സീക്ക് ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് 1/x ഈസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് എക്സ് അല്ലേ? ഇനി അടുത്ത പ്രോപ്പർട്ടി നോക്ക്. ഇനി ഇതുപോലെ തന്നെ ഇതും പോസിബിൾ ആട്ടോ. അപ്പം നോക്ക്, കൊസീക് ഇൻവേഴ്സ് 1/x എന്ന് പറഞ്ഞാൽ എന്താ വരിക? സൈൻ ഇൻവേഴ്സ് എക്സ്. അതുകൊണ്ട് കേട്ടോ, അങ്ങനത്തെ ആ പ്രോപ്പർട്ടിയും പോസിബിളാണ്. അതുപോലെ തന്നെ സീക്ക് ഇൻവേഴ്സ് 1/x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? കോസ് ഇൻവേഴ്സ് എക്സ്. അതുപോലെ കോട്ട് ഇൻവേഴ്സ് 1/x എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എക്സ്.
ക്ലിയർ ആയോ? ഇനി നമ്മൾ പഠിക്കേണ്ടത് നോക്ക്, നമ്മളിനി സെക്കൻഡ് സെറ്റ് പ്രോപ്പർട്ടിയാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നോക്കുക, അതിലെ ഫസ്റ്റ് വണ്ണാണ് സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്നാണ് അല്ലേ. സൈൻ ഓഫ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്. ഇത് നമ്മളെങ്ങനെയാണ് പ്രൂവ് ചെയ്യുക? പ്രൂഫ് നോക്കുക. ഞാൻ ലെറ്റ് സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സിനെ ഞാൻ എന്തെടുത്ത് വൈ എന്നെടുത്ത്, ഇംപ്ലൈസ് ഈ സൈൻ അങ്ങോട്ട് പോകുമ്പോൾ എന്ത് വരും? മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ വൈ എന്ന് വരും അല്ലേ? അങ്ങനല്ലേ വരിക? ഇനി ഈ മൈനസ് അങ്ങോട്ട് എടുക്കുമ്പോൾ എന്ത് വരും? ഇംപ്ലൈസ് എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് സൈൻ വൈ അല്ലേ? നമ്മളൊരു സൈൻ ഓഡ് ഫംഗ്ഷൻ അല്ലേ, അപ്പോൾ സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ വരിക? മൈനസ് സൈൻ തീറ്റ അല്ലേ. അപ്പം മൈനസ് സൈൻ തീറ്റേനെ നമുക്ക് എന്ത് എഴുതാം? സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് എഴുതാം. അപ്പോൾ സൈൻ ഓഫ് മൈനസ് വൈ അല്ലേ. therefore എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും? സൈൻ ഓഫ് മൈനസ് വൈ അല്ലേ. ഇനി അപ്പം ഇംപ്ലൈസ് ഈ സൈൻ എങ്ങോട്ടേക്കിന് എടുത്ത് എന്ത് വരും? സൈൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് വൈ അല്ലേ. വീണ്ടും ഈ മൈനസിനെ അങ്ങോട്ട് എടുക്കുക. therefore വൈ ഈക്വൽ ടു എന്ത് വരും? മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്. ഇനീഷ്യലി വൈ നമ്മൾ എന്തായിട്ട് എടുത്തത്? സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ്. therefore സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്. ക്ലിയർ ആയോ? ഇതാണ് അതിൻ്റെ പ്രൂഫ്. മനസ്സിലായല്ലോ? ഒന്നുകൂടി പറഞ്ഞുതരാം. സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സിനെ ഞാൻ വൈ എന്ന് എടുത്ത് അല്ലേ. അപ്പോൾ ഈ സൈൻ ഇൻവേഴ്സ് അങ്ങോട്ട് പോകുമ്പോൾ എന്ത് വരും? മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ വൈ. പിന്നെ നമുക്കറിയാം പ്രോപ്പർട്ടി സൈൻ ഓഫ് മൈനസ് തീറ്റ എന്നാൽ മൈനസ് സൈൻ തീറ്റ. അപ്പോൾ ഈ എക്സ് ഇതിപ്പോൾ ഈ എക്സിൻ്റെ ഉള്ള മൈനസ് റൈറ്റ് സൈഡിലേക്ക് എടുത്ത്, അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ വൈ എന്ന് വന്ന് ഈ മൈനസ് സൈൻ വൈന് ഇതിന് പകരം എന്തിട്ട് കൊടുക്കുക? ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യുക. മൈനസ് സൈൻ തീറ്റ എന്നാൽ എന്താ വരിക? സൈൻ ഓഫ് മൈനസ് സൈൻ തീറ്റ, സൈൻ ഓഫ് മൈനസ് തീറ്റ. അപ്പോൾ സൈൻ മൈനസ് വൈ എന്ന് വരും. ഇനി ഈ സൈനെ വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുക. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു എന്ത് വരും? അതാ ഇവിടെ താഴത്ത് വൈ ഈസ് ഈക്വൽ ടു മൈനസ് വൈ ഈസ് ഈക്വൽ ടു എന്ത് വരും? സൈൻ ഇൻവേഴ്സ് എക്സ്. പിന്നെ ഈ മൈനസിനെ വീണ്ടും അങ്ങോട്ട് എടുക്കുക അല്ലേ. വൈ ഈക്വൽ ടു എന്ത് വരും? മൈനസ് സൈൻ എക്സ്. അപ്പോൾ ഈ വൈ നമ്മൾ എന്തായിരുന്നു എടുത്തത്? സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ്. സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്. ക്ലിയർ ആയോ? ഇനി അതുപോലെ തന്നെ അടുത്ത പ്രോപ്പർട്ടിയാണ് ആദ്യം, പിന്നെ ടാനിൻ്റെ പറയാം. സെക്കൻഡ് വൺ ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് അല്ലേ. ഇത് നമുക്കങ്ങനെ പ്രൂവ് ചെയ്യാം. ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ്. ഇങ്ങനെ പ്രൂവ് ചെയ്യാം. ലെറ്റ് ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു വൈ എന്നെടുത്ത് ഇംപ്ലൈസ് മൈനസ് എക്സ് എന്ത് വരും? ഈ ടാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ടാൻ വൈ എന്ന് വരില്ലേ അല്ലേ. ഈ മൈനസ് അങ്ങോട്ട് എടുത്താൽ ഇംപ്ലൈസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ടാൻ വൈ. ഈ ടാൻ ഓഡ് ഫംഗ്ഷനാണ്. അപ്പോൾ ടാൻ ഓഫ് മൈനസ് തീറ്റ എന്നാൽ എന്താ വരിക? മൈനസ് ടാൻ തീറ്റ അല്ലേ. therefore എക്സ് ഈസ് ഈക്വൽ ടു ടാൻ ഓഫ് വൈക്ക് വരെ മൈനസ് വൈ എന്നിട്ട് കൊടുക്കാം അല്ലേ. ഇനി ടാൻ ഇങ്ങോട്ടേക്ക് തന്നെ എടുക്കുക. അപ്പം എന്ത് വരും? ടാൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് വൈ. ഈ മൈനസും ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുക. ഇംപ്ലൈസ് മൈനസ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു വൈ എന്ന് വരും. ഇംപ്ലൈസ് ഇതിങ്ങനെ തിരിച്ചെഴുതിക്കൂടെ? വൈ ഈക്വൽ ടു മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ വൈ എന്ന് പറയുന്നത് നമ്മൾ എന്തായിരുന്നു എടുത്തത്? ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സ്. ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ്.
ക്ലിയർ ആയോ? ഈ സൈനും കോസ് സൈൻ അത് കഴിഞ്ഞല്ലോ പഠിച്ചതാണ് കേട്ടോ. സൈനും ടാനും എന്താണ്? ഓഡ് ഫംഗ്ഷനാണ് അല്ലേ? അപ്പം ഇതെങ്ങനെ കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നോക്ക്, സൈൻ മൈനസ് തീറ്റ ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് ഓഡ് ഫംഗ്ഷൻ. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ സൈൻ ഓഫ് -30 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു മൈനസ് സൈൻ 30 ഇസ് ഈക്വൽ ടു മൈനസ് എന്ത് വരും? സൈൻ 30 എത്രയാണ് വരിക? 1/2 അല്ലേ? ഇതിപ്പം സൈൻ എ മൈനസ് ബി എന്നുള്ള ഇക്വേഷനുകൾ ആലോചിച്ച് നോക്കുക. സൈൻ എ മൈനസ് ബി എന്താ വരിക? സൈൻ എ കോസ് ബി പ്ലസ് സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. ഇതല്ല ഇക്വേഷൻ വരിക സൈൻ എ പ്ലസ് ബിന്റെ. അല്ലേ? ഇനി സൈൻ ഓഫ് മൈനസ് തീറ്റയ്ക്ക് പകരം സൈൻ 0 മൈനസ് തീറ്റ എന്ന് എഴുതി കൂടെ. സൈൻ ഓഫ് മൈനസ് തീറ്റ തന്നെ സൈൻ 0 മൈനസ് തീറ്റ അല്ല. അതൊന്ന് ഇതിൽ കൊടുത്തു നോക്ക്. എ എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്, ബി എന്ന് പറയുന്നത് തീറ്റയാണ്. അതിൽ കൊടുത്തു നോക്ക്. സൈൻ 0 ഇൻറ്റു കോസ് തീറ്റ മൈനസ് കോസ് 0 ഡിഗ്രി ഇൻറ്റു സൈൻ തീറ്റ അല്ലേ? സൈൻ 0 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു ഇത് 0 ആവും അല്ലേ? മൈനസ് കോസ് 0 1 ഇൻറ്റു എന്ത് വരും? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് സൈൻ തീറ്റ. അപ്പോൾ സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് സൈൻ തീറ്റ എന്ന് കിട്ടും. ക്ലിയർ ആയോ? അപ്പം ഇതുപോലെ തന്നെ ടാനിൽ ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുക. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടേ ഉള്ളൂ. ഇത് കഴിഞ്ഞ പോലെ നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പം നമുക്കിവിടെ ആവശ്യം അതിൻ്റെ ആ പ്രോപ്പർട്ടിയാണ് സൈൻ ഓഫ് മൈനസ് തീറ്റ ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ അല്ലേ? അതുപോലെ തന്നെ ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് പഠിക്കേണ്ടത് എന്താണെന്നാൽ കോസിൻ്റെ കാര്യത്തിൽ എന്താണ് നോക്കാം. തേർഡ് വൺ, കോസ് മൈനസ് ഓഫ് കോസ് മൈനസ് എക്സ്. കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്നാണ് വരും. കോസിന് വ്യത്യാസമുണ്ട് കേട്ടോ. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് നോക്കാം അല്ലേ? ഞാനിതുപോലെ തന്നെ എടുത്ത് ലെറ്റ് കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു വൈ ഇംപ്ലൈസ് കോസ് അങ്ങോട്ട് വരുമ്പോൾ എന്ത് വരും? മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു കോസ് വൈ എന്ന് വന്നു ഈസ് ഈക്വൽ ടു മൈനസ് അങ്ങോട്ട് എടുക്കുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് കോസ് വൈ അല്ലേ? ഇനി കോസ് പൈ മൈനസ് തീറ്റ എന്താ വരിക? കോസ് 180 മൈനസ് തീറ്റ എന്താ വരിക? മൈനസ് കോസ് തീറ്റ. ക്ലിയർ ആയോ? കോസ് പൈ മൈനസ് തീറ്റയാണ് എന്ത് വരിക? മൈനസ് കോസ് തീറ്റ. അതായത് കോസ് 180 മൈനസ് തീറ്റയാണ് എന്ത് വരിക? മൈനസ് കോസ് തീറ്റ. അപ്പോൾ ഇംപ്ലൈസ് ഇവിടെ എന്ത് എഴുതുക? എക്സ് ഈസ് ഈക്വൽ ടു കോസ് എന്താ വരിക? മൈനസ് വൈ വരണമെങ്കിൽ ഇവിടെ എന്ത് വരും? പൈ മൈനസ് വൈ. ക്ലിയർ ആയോ? therefore ഈ കോസിന് ഇങ്ങോട്ടേക്ക് എടുത്താൽ എന്ത് വരും? ഇംപ്ലൈസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു പൈ മൈനസ് വൈ അല്ലേ? അപ്പം ഇംപ്ലൈസ് ഈ വൈനെ ലെഫ്റ്റ് സൈഡിലേക്ക് എന്താണെന്നാൽ എന്താ? വൈ ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്നല്ലേ വരിക അല്ലേ? therefore വൈ നമ്മൾ എന്താ എടുത്ത്? കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. ക്ലിയർ ആയോ? അപ്പം എങ്ങനെയാണ് അതിൻ്റെ പ്രൂഫ്? ക്ലിയർ ആയോ? അപ്പോൾ സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. അതുപോലെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ്. കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. ക്ലിയർ ആയോ?
ഇനി അടുത്തത് കൊസീക്കിൻ്റെയും ടാനിൻ്റെയും ഉണ്ട് അല്ല, കൊസീക്കിൻ്റെയും സീക്കിൻ്റെയും ഉണ്ട്. അതുപോലെ അത് ചെയ്യുന്ന സമയത്ത് ആ പ്രോപ്പർട്ടി കൊസീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ആണ്. കാരണം അത് സൈനിൻ്റെ അല്ലേ? അതുപോലെ തന്നെ സീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ്. ക്ലിയർ ആയോ? അതേമാതിരി കോട്ട് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ കോട്ട് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ്. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചൊക്കെ ക്ലിയർ ആയില്ലേ? ഇനി തേർഡ് സെറ്റ് പ്രോപ്പർട്ടി, ഇത് നമ്മളെങ്ങനെയാണ് പ്രൂവ് ചെയ്യുക? അതിൻ്റെ പ്രൂഫ് നോക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ലെറ്റ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു വൈ എന്നെടുത്ത് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു എന്ത് വരും? സൈൻ വൈ വരില്ലേ? എക്സ് ഈക്വൽ ടു എന്താ വരിക? സൈൻ വൈക്ക് പകരം എന്ത് എഴുതാം? സൈൻ വൈ എന്ന് പറയുമ്പോൾ എന്താ വരിക? കോസ് പൈ ബൈ 2 മൈനസ് വൈ അല്ലേ? കോസ് 90 മൈനസ് തീറ്റ അല്ലേ സൈൻ തീറ്റ? അപ്പോൾ കോസ് 90 മൈനസ് വൈ ആണ് സൈൻ വൈ വരിക അല്ലേ? ഇതിന് വരെ ഇങ്ങനെ എഴുതാം. ഇംപ്ലൈസ് പൈ ബൈ 2 മൈനസ് വൈ ഈക്വൽ ടു, ഇതിനെങ്ങോട്ട് എടുക്കുമ്പോൾ എന്ത് വരും? കോസ് ഇൻവേഴ്സ് എക്സ്. ക്ലിയർ ആയോ? പൈ ബൈ 2 ആദ്യം ഒന്ന് ഓർഡർ മാറ്റിയിട്ട് എഴുതുക. കോസ് പൈ ബൈ 2 മൈനസ് വൈ എന്ന് പറയുന്നത് എന്താവും? എക്സ്. RHS ലെഫ്റ്റിൽ എഴുതിയെന്നേ ഉള്ളൂ. ഇനി ഈ കോസിന് അങ്ങോട്ട് പോകുന്ന സമയത്താണ് എന്ത് വരിക? പൈ ബൈ 2 മൈനസ് വൈ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ്. ഇംപ്ലൈസ് പൈ ബൈ 2 ഈസ് ഈക്വൽ ടു എന്ത് വരും? കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ എന്ന് വരില്ലേ? ദാറ്റ് ഈസ് പൈ ബൈ 2 ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ. നമ്മൾ എന്തായിരുന്നു എടുത്തത്? സൈൻ ഇൻവേഴ്സ് എക്സ്. ക്ലിയർ ആയോ? therefore സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ത് കിട്ടും? പൈ ബൈ 2 കിട്ടും. ക്ലിയർ ആയോ? അതുപോലെ തന്നെ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ്, അതും എന്താ വരിക? പൈ ബൈ 2. പിന്നെ സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്, അതും എന്താ വരിക? പൈ ബൈ 2. സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്, അതും എന്താ വരിക? പൈ ബൈ 2. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത പ്രോപ്പർട്ടിയാണ് ഫോർത്ത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഫോർത്ത് പ്രോപ്പർട്ടി ഇപ്പം ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്താ നോക്കാം. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഈക്വൽ ടു, ഇതിൻ്റെ ഫോർമുലയാണ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ. അതുപോലെ തന്നെ ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് വൈ ബൈ 1 പ്ലസ് എക്സ് വൈ. ഈ രണ്ട് പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചു വെക്കണം അല്ലേ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇതിൻ്റെ പ്രൂഫ് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ പ്രൂഫ് പറഞ്ഞുതരാം. ഞാൻ ലെറ്റ് ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ഒരു തീറ്റ എടുത്ത് ആൻഡ് ടാൻ ഇൻവേഴ്സ് വൈ ഈക്വൽ ടു ഒരു 5 എന്നെടുത്ത്. therefore എക്സ് എന്ന് പറയുന്നത് എന്താ വരിക? ടാൻ തീറ്റ അല്ലേ വരിക? ആൻഡ് വൈ എന്ന് വരുന്നത് എന്താ വരിക? ഇൻവേഴ്സ് അങ്ങോട്ട് പോകുമ്പോൾ ടാൻ 5. നോക്ക്, ടാൻ ഓഫ് തീറ്റ പ്ലസ് 5 എന്താ നോക്ക്? ഇസ് ഈക്വൽ ടു എന്ത് വരും? ടാൻ തീറ്റ നമ്മൾ പഠിച്ച ടാൻ എ പ്ലസ് ബി, ടാൻ തീറ്റ പ്ലസ്
tan phi tan b by 1 minus tan theta into tan phi. അങ്ങനെയല്ലേ വരിക അല്ലേ? implies tan theta plus phi is equal to tan theta എന്ന് പറയുന്നത് എന്താ വരിക? tan theta എന്ന് പറയുന്നത് എക്സ് അല്ലേ? tan phi എന്ന് പറയുന്നത് എന്താ വരിക? tan phi y പ്ലസ് വൈ ബൈ എന്ത് വരും? 1 മൈനസ് എക്സ് വൈ അല്ലേ? അപ്പം ഇംപ്ലൈസ് ഈ ടാൻ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ തീറ്റ പ്ലസ് ഫൈ ഈസ് ഈക്വൽ ടു എന്ത് വരും? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ 9 അല്ലേ? ഈ തീറ്റയ്ക്ക് പകരം എന്തിട്ട് കൊടുക്കുക? ടാൻ ഇൻവേഴ്സ് എക്സ്. therefore ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ equal to tan inverse x plus y divided by 1 minus xy. ക്ലിയർ ആയോ? അതിൽ ഈ ഒരു റിലേഷൻ ഉണ്ടല്ലോ, ഈ ടാൻ, അത് നമ്മൾ മുന്നേ പഠിച്ചാട്ടോ. ടാൻ എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താ വരിക? അതാണ് കഴിഞ്ഞെല്ലാം പഠിച്ചത്. ടാൻ എ പ്ലസ് ടാൻ ബി ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി. ക്ലിയർ ആയോ? ഇത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ. ഇനി അടുത്ത സെറ്റ് നോക്കാം. അടുത്ത സെറ്റ് അടുത്തതാണ്. അടുത്ത ഫിഫ്ത്ത് വൺ, 2 tan inverse x is equal to sin inverse 2x by 1 plus x square. ഇത് എങ്ങനെ പ്രൂവ് ചെയ്യുന്നു? ടാൻ ഇൻവേഴ്സ് എക്സ് അല്ലേ? അപ്പം ഞാൻ എന്ത് ചെയ്ത് ലെറ്റ് എക്സ് ഈക്വൽ ടു എന്തിട്ടെടുത്ത്? ടാൻ തീറ്റ എന്നിട്ടെടുത്ത്. എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് എന്താവും നോക്ക്. എൻ്റെ പ്രൂഫാണ് പറയുന്നത്. പ്രൂഫ് റൈറ്റ് ഹാൻഡ് സൈഡ് എന്താവും? ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2 tan theta divided by 1 plus tan square theta എന്നാവൂലേ അല്ലേ? 2 tan theta by 1 plus tan square theta എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ഫോർമുല? സൈൻ ഇൻവേഴ്സ് സൈൻ 2 തീറ്റേൻ്റെ ഫോർമുല അല്ലേ? സൈൻ 2 തീറ്റയാണ് എന്ത്? സൈൻ 2 തീറ്റ. അതിൻ്റെ ഫോർമുലയാണ് എന്ത് വരിക? 2 tan theta divided by 1 plus tan square theta. അപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക? 2 തീറ്റ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് എന്താ വരിക? ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 2 ടാൻ ഇൻവേഴ്സ് എക്സ്. ഇതെന്തായി? LHS ആയില്ലേ? അപ്പം അങ്ങനെയാണ് പ്രൂവ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. ക്ലിയർ ആയോ? ഇനി സെക്കൻഡ് വൺ നോക്ക്. സെക്കൻഡ് വൺ എല്ലാം 2 tan ഇൻവേഴ്സ് എക്സ് ആട്ടോ. 2 tan ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ദാറ്റ് ദ പ്രോപ്പർട്ടി. ഇതിൻ്റെ പ്രൂഫ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്ത് എഴുതുന്നത്? ലെറ്റ് എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ തന്നെ ഇട്ടെടുത്ത്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് എന്തായി മാറി? റൈറ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു എന്ത് വരും? കോസ് ഇൻവേഴ്സ് 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ is equal to cos inverse എന്ത് വരും? cos 2 തീറ്റ. cos 2 തീറ്റനെ എക്സ്പാൻഡ് ചെയ്താലാണ് 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 2 തീറ്റ എന്ന് വരും. അപ്പം എക്സ് ടാൻ തീറ്റ അല്ലേ? എംപ്ലൈസ് തീറ്റ ഇവിടുന്ന് ഇപ്പോൾ തീറ്റ എന്ത് വരും? തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് അല്ലേ? ഈ റിസൾട്ടിൽ നിന്ന് എക്സ് തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു തീറ്റയ്ക്ക് വരെ എന്തിട്ട് കൊടുക്കുക? ടാൻ ഇൻവേഴ്സ് എക്സ്. അതും കിട്ടുന്ന എന്താണ്? ടാൻ ഇൻവേഴ്സ് എക്സ്.
ക്ലിയർ ആയോ? ഇനി അടുത്ത പ്രോപ്പർട്ടി, അതും എന്താണ്? തേർഡ് വൺ, അതും 2 tan inverse x ആണ്. 2 tan inverse x is equal to tan inverse 2x by 1 minus x square. ഇതും ഞാൻ എന്താ എഴുതുന്നത്? പ്രൂഫ് let x equal to എന്തിട്ട് കൊടുത്ത്? tan theta implies theta equal to എന്ത് വരും? tan inverse x. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് നോക്ക്. tan inverse 2x by 1 minus x square എന്ന് പറയുന്നത് tan inverse 2x എന്താ? 2 tan theta divided by 1 minus tan square theta is equal to tan inverse 2 tan theta by 1 minus tan square theta tan 2 theta ന്റെ ഫോർമുല. tan 2 theta ഇതെന്ന് പറയുന്നത് tan 2 theta. അപ്പോൾ tan inverse tan 2 theta എന്ന് പറയുമ്പോൾ 2 theta is equal to 2 into theta എത്രയാ? tan inverse x. ക്ലിയർ ആയോ? അപ്പോൾ ഈ എല്ലാ പ്രോപ്പർട്ടിയും നിങ്ങൾ പഠിച്ചു വെക്കണം. മനസ്സിലായില്ലേ? ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്യാം അല്ലേ? ഈ ഒരു പ്രോപ്പർട്ടിയൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇതിൽ NCERTയിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ 1. എക്സാമ്പിൾ 3 ആണ് കേട്ടോ NCERTയിൽ. എന്താ ചോദിച്ചത്? ഷോ ദാറ്റ് സൈൻ ഇൻവേഴ്സ് 2x root of 1 minus x square is equal to 2 sin inverse x. ഇങ്ങനെ പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത് അല്ലേ? അപ്പം ഞാൻ എടുത്ത് ലെറ്റ് എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ്. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്തിട്ട് കൊടുക്കുക? സൈൻ ഇൻവേഴ്സ് കിട്ടണമെങ്കിൽ എക്സ് ഈക്വൽ ടു എന്തിട്ട് കൊടുക്കുക? സൈൻ തീറ്റ എന്നിട്ട് കൊടുക്കുക. ഇംപ്ലൈസ് തീറ്റ എന്താ? ഓട്ടോമാറ്റിക്കലി തീറ്റ എന്താവും? സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ആവും അല്ലേ? അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്ത് വരും? സൈൻ ഇൻവേഴ്സ് എക്സിന് വരെ എന്തിട്ട് കൊടുക്കുക? 2 സൈൻ തീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ is equal to sin inverse 2 sin theta into root of 1 minus sin square theta എന്താ വരിക? cos theta is equal to sin inverse 2 sin theta cos theta എന്താ വരിക? sin 2 theta is equal to sin inverse sin 2 theta എന്താ വരിക? 2 theta is equal to 2 into theta എന്ന് പറയുന്നത് എന്താ വരിക? sin inverse x. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? അതുപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ 2 സൈൻ ഇൻവേഴ്സ് 2x റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ഇതേപോലെ തന്നെ 2 കോസ് ഇൻവേഴ്സ് എക്സ് ആണെന്ന് പ്രൂവ് ചെയ്യുക അല്ലേ? അപ്പോൾ കോസ് ഇൻവേഴ്സ് എക്സ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സിംപ്ലി എക്സിന് എന്തിട്ട് കൊടുക്കുക? എക്സ് ഈസ് ഈക്വൽ ടു കോസ് തീറ്റ എന്നിട്ട് കൊടുത്തു അല്ലേ? എക്സ് ഈക്വൽ ടു കോസ് തീറ്റ. എക്സ് ഈക്വൽ ടു കോസ് തീറ്റ എന്ന് പറയുമ്പോൾ എന്താ വരിക? ഇംപ്ലൈസ് തീറ്റ ഈസ് ഈക്വൽ ലെറ്റ് കേട്ടോ ലെറ്റ് എക്സ് ഈക്വൽ ടു കോസ് തീറ്റ. അപ്പോൾ തീറ്റ എന്ത് വരും? കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് വരും അല്ലേ? ബ്രാക്കറ്റ് ഒന്നും വേണ്ട, കോസ് ഇൻവേഴ്സ് എക്സ് അല്ലേ? അപ്പോൾ ഇതിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? സൈൻ ഇൻവേഴ്സ് 2 കോസ് തീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2 കോസ് തീറ്റ ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്താ? കോസ് സ്ക്വയർ തീറ്റ എന്താ വരിക? സൈൻ തീറ്റ. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാലും 2 കോസ് തീറ്റ സൈൻ തീറ്റ എന്ന് പറഞ്ഞാലും എന്താ വരിക?
സൈൻ 2 തീറ്റ സൈൻ ഇൻവേഴ്സ് സൈൻ 2 തീറ്റ ഈസ് ഈക്വൽ ടു എന്തൊരു 2 തീറ്റ ഈക്വൽ ടു 2 തീറ്റ എന്ന് പറയുന്നത് എന്താ വരിക കോസ് ഇൻവേഴ്സ് എക്സ് അല്ലേ എന്ത് കിട്ടി അതാണ് എന്ത് വരിക RHS ക്ലിയർ ആയോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ show that example 4 ആണ് NCERT ൽ show that tan inverse 1/2 plus tan inverse 2/11 is equal to tan inverse 3/4 ഇതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് അപ്പം നമുക്ക് എന്താ പറയുക നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഇസ് ഈക്വൽ ടു എന്ത് വരും ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ therefore tan inverse 1/2 plus tan inverse 2/11 is equal to എന്ത് വരും tan inverse x എന്ന് പറയുന്നത് 1/2 അപ്പോൾ 1/2 plus 2/11 divided by 1 minus 1/2 into 2/11 is equal to tan inverse ഇതെന്താ വരിക ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 11 plus 4 divided by 22 by 1 minus ഇതെന്താ വരിക ഈ 2 2 ക്യാൻസൽ ചെയ്യും ഇത് വരും 1/11 is equal to tan inverse അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്യണമെന്നില്ല കാരണം ഡിനോമിനേറ്റർ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് ഇതായി കട്ടായിട്ട് പോകും അപ്പോൾ 1/2 ഇൻറ്റു 2/11 തൽക്കാലം വേണമെങ്കിൽ 2/22 തന്നെ എഴുതിക്കോ മുകളിൽ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് കാരണം ഈ 22 ക്യാൻസൽ ചെയ്യാം അപ്പോൾ 11 plus 4 എത്രയാണ് 15/22 ഡിവൈഡഡ് ബൈ എന്താ വരിക 22 minus 2/22 ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എന്താ വരിക 15/22 ഇൻറ്റു ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിലേക്ക് വരും 22 ഇൻറ്റു 22 ക്യാൻസൽ ചെയ്യുക ഇതിൽ രണ്ടിൽ ആരാ കോമൺ 5 കോമൺ ഇത് 3 ടൈംസ് ഇത് 4 ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എന്ത് വരും 3/4 ഈക്വൽ ടു ഇതാണ് എന്ത് വരുന്നത് RHS വരുന്നത് മനസ്സിലായോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക express tan inverse cos x by 1 minus sin x in the simplest form. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോമിൽ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ അല്ലേ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ നോക്കത് അപ്പോൾ ടാൻ ഇൻവേഴ്സ് അല്ലേ ലെഫ്റ്റ് സൈഡിലുള്ളത് അതായത് ബ്രാക്കറ്റിൻ്റെ പുറത്തുള്ളത് അപ്പോൾ ഈ ഒരു ഉള്ളിലുള്ള ടേമിനെ ഫുള്ള് ടാനിൻ്റെ ടേംസിൽ കൊണ്ടുവരാൻ പറ്റിയാൽ നമുക്കത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും അല്ലേ അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കോസ് എക്സിന് എനിക്ക് എങ്ങനെ എഴുതാം കോസ് സ്ക്വയർ x/2 മൈനസ് സൈൻ സ്ക്വയർ x/2 എന്ന് എഴുതാം എഴുതിക്കൂടെ അപ്പം ഈ സൈൻ പിന്നെ സൈൻ എക്സിന് എങ്ങനെ എഴുതാം 2 sin x/2 cos x/2 ആക്ച്വലി കോസ് 2 തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ അപ്പോൾ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ x/2 മൈനസ് സൈൻ സ്ക്വയർ x/2 അതുപോലെ തന്നെ ഈ സൈൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 sin x/2 cos x/2 അന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും ടാൻ ഇൻവേഴ്സ്
cos square x by 2 minus sin square x by 2 divided by 1 minus 2 sin x by 2 plus into cos x by 2 അല്ലേ? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? tan inverse cos a square minus b square എന്താ വരിക? a plus b into a minus b. അപ്പോൾ cos x by 2 plus sin x by 2 into cos x by 2 minus sin x by 2 whole divided by ഈ 1നെ എന്നുണ്ടല്ലോ ഇവിടെ കണ്ടില്ലേ, ഞാൻ റെഡിൽ മാർക്ക് ഈ 1നെ വേണമെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? cos square x by 2 plus sin square x by 2 നേരി കൂടെ cos square theta plus sin square theta 1 അല്ലേ? minus 2 sin x by 2 into cos x by 2 ഇങ്ങനെ ചെയ്തുകൂടെ? equal to tan inverse മുകളിലത്തത് അങ്ങനെ തന്നെ എഴുതാം. cos x by 2 plus sin x by 2 into cos x by 2 minus sin x by 2 whole divided by ഇതെന്തിൻ്റെ എക്സ്പാൻഷനാണ്? cos square theta plus sin square theta, അതായത് a square plus b square plus minus 2ab അല്ലേ, അതിൻ്റെ എക്സ്പാൻഷൻ അല്ലേ? അപ്പോൾ എന്താ ഒരു a minus b whole square. അപ്പോൾ ഇതിനെ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? is equal to tan inverse മുകളിലത്തത് അങ്ങനെ തന്നെ ഇനി x cos x by 2 plus sin x by 2 into cos x by 2 minus sin x by 2 whole divided by ഇതെന്താ വരിക? cos x by 2 minus sin x by 2 whole square. ഇങ്ങനെയല്ലേ കിട്ടുക? അപ്പോൾ ഇതിൽ നിന്ന് ഒരു cos x by 2 cos x by 2 minus sin x by 2 ഒന്നും ക്യാൻസൽ ചെയ്യും. അപ്പോൾ ബാക്കി ആരാ വരിക? ഈക്വൽ ടു tan ഇൻവേഴ്സ് ബാക്കി വരുന്നത് cos x by 2 plus sin x by 2 divided by എന്താ വരിക? cos x by 2 minus sin x by 2. ഇത് മാത്രമല്ല ബാക്കി വരിക. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? എല്ലാത്തിനും ഒരു cos x by 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാം. ഇതിനെ cos x by 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത്, ഇതും എന്തോന്ന് cos x by 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത്, എല്ലാ ടേംസിനെയും cos x by 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അല്ലേ? അപ്പം എന്ത് കിട്ടും? ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് ഇതെന്താ വരിക? 1 പ്ലസ് tan x by 2 by 1 മൈനസ് tan x by 2 ഇങ്ങനെയല്ലേ കിട്ടുക? ഞാനിവിടെ ഒരു കൺവീനിയൻസിന് വേണ്ടി ഒരു 1 into ഇട്ടു അല്ലേ? അപ്പം നോക്ക്, ഈസ് ഈക്വൽ ടു ഇതെന്താ വരിക? tan ഇൻവേഴ്സ് 1 എന്ന് പറയുന്നത് tan pi by 4 അല്ലേ, പ്ലസ് tan x by 2 ഡിവൈഡഡ് ബൈ 1 മൈനസ് ഈ 1ന് വരെ എന്തിട്ട് കൊടുക്കുക? tan pi by 4 ഇൻറ്റു tan x by 2 എന്ന് എഴുതി കൂടെ? ഈസ് ഈക്വൽ ടു എന്താ വരിക? tan ഇൻവേഴ്സ് tan ഇതെന്തിൻ്റെ എക്സ്പാൻഷൻ? tan a പ്ലസ് tan b ബൈ 1 മൈനസ് tan a tan b tan pi by 4 പ്ലസ് എക്സ് അതിൻ്റെ എക്സ്പാൻഷനാണത്. ഇപ്പോൾ ഈ ടാനും ക്യാൻസൽ ആവില്ലേ? ബാക്കി ആരാ വരിക? pi by 4 പ്ലസ് എക്സ്
അപ്പോൾ അതാണ് അതിൻ്റെ സിംപ്ലിഫൈഡ് ഫോം. ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ റൈറ്റ് cot inverse 1 by root of x square minus 1 in the simplest form. ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലാക്കി എഴുതുക. ഇതിപ്പോൾ കോട്ട് ഇൻവേഴ്സ് ആയതിനെക്കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കോട്ട് വരണം. അപ്പോൾ ഡിനോമിനേറ്ററിലല്ല എക്സ് ഉള്ളത്. അപ്പോൾ ഡിനോമിനേറ്റർ ടേം ടാനിൻ്റെ ടേമിലായി കഴിഞ്ഞാൽ അതെന്താവും? കോട്ടാവും. അപ്പോൾ ഞാൻ ഏറ്റവും കൺവീനിയൻസ് ആയിട്ട് നമ്മൾക്കൊരു ഇക്വേഷൻ ഇല്ലേ, സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 അല്ലേ? അപ്പം ഞാൻ ഇതിൽ നിന്ന് ലെറ്റ് എക്സ് ഈക്വൽ ടു ഞാൻ സീക്ക് തീറ്റ എന്നിട്ട് കൊടുത്ത് അതിൽ തന്നെ എന്ത് കിട്ടും? തീറ്റ ഈക്വൽ ടു സീക്ക് ഇൻവേഴ്സ് എക്സ് അല്ലേ? അപ്പം ഞാനിത് അത് ലെഫ്റ്റ് സൈഡ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്താ വരിക? 1 by root of എക്സ് എന്ന് പറഞ്ഞാൽ സീക്ക്. അപ്പോൾ സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1 അല്ലേ? സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്താ വരിക? ടാൻ സ്ക്വയർ തീറ്റ അല്ലേ? ഇസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് 1 by root of സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്ന് പറഞ്ഞാൽ ടാൻ സ്ക്വയർ തീറ്റ അല്ലേ? ഇസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് 1 by tan തീറ്റ എന്ന് വരും. ഇസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ്, അപ്പോൾ എന്താ വരിക? കോട്ട് ഇൻവേഴ്സ് 1 by tan തീറ്റ എന്ന് പറഞ്ഞാൽ കോട്ട് തീറ്റ. കോട്ട് ഇൻവേഴ്സ് കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റ എന്താണ്? ഈക്വൽ ടു സീക്ക് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ സീക്ക് ഇൻവേഴ്സ് എക്സ് ആണ് അതിൻ്റെ എന്ത്? സിംപ്ലസ്റ്റ് ഫോം. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. Prove that tan inverse x plus tan inverse 2x by 1 minus x square equal to tan inverse 3x minus x cube by 1 minus 3x square. ഇങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് അല്ലേ? നമ്മളെങ്ങനെയാണ് ചെയ്യുക? ഞാൻ ഇവിടെ ലെറ്റ് എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ എന്നിട്ട് കൊടുത്ത്. അപ്പം ഈ ടേം ഉണ്ടല്ലോ, റൈറ്റ് ഹാൻഡ് സൈഡ് എന്താവും നോക്കാം. ടാൻ ഇൻവേഴ്സ് വേണ്ട, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് തന്നെ എടുത്തോ. ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് 2x by 1 minus x സ്ക്വയർ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്താ വരിക? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ. എക്സ് എന്ന് പറയുന്നത് ഇവിടെ എക്സ് പ്ലസ് 2x by 1 minus x square whole divided by 1 minus x into 2x by 1 minus x square. നമ്മൾ ഐഡന്റിറ്റി യൂസ് ചെയ്ത ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ എന്താ വരിക? ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇതെന്ത് വരും? ടാൻ ഇൻവേഴ്സ് ഇതിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എക്സ്
minus x cube plus 2x divided by 1 minus x square whole divided by ഇത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ 1 minus x square minus 2x square divided by 1 minus x square is equal to മനസ്സിലായില്ലേ ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതാ. അപ്പോൾ tan ഇൻവേഴ്സ് എന്ത് വരും? 3x minus x cube by 1 minus x square whole divided by എന്താ വരിക? 1 minus 3x square by 1 minus x square അല്ലേ? ഇതിൽ ഇതും കട്ടാവും. ഈസ് ഈക്വൽ ടു എന്ത് വരും? ടാൻ ഇൻവേഴ്സ് 3x മൈനസ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 1 മൈനസ് 3x സ്ക്വയർ അല്ല നമ്മൾ ആർ എച്ച് എസ്. ഇതാണ് എന്ത് വരിക? ആർ എച്ച് എസ്. മനസ്സിലായില്ലേ? ഇനി ഫൈൻഡ് ദ വാല്യൂ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോസ് ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. ഇത് സിമ്പിളാണ്. ഇതിൻ്റെ ഫൈൻഡ് ദ വാല്യൂ, ഇതിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചത്. ഇത് നോക്കി, ഇത് സിമ്പിളാണ്. കോസ് ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എത്രയാണ് വരിക? പൈ ബൈ 2. നമ്മളെ പ്രോപ്പർട്ടി കോസ് പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 0 അല്ലേ? സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്താ വരിക? പൈ ബൈ 2. അതുപോലെ കൊസീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് സീക്ക് ഇൻവേഴ്സ് എക്സ് എത്രയാണ് വരിക? പൈ ബൈ 2. അപ്പോൾ അത് 0 ആയി. ക്ലിയർ ആയോ? ഇനി നമുക്കിതിലെ കുറച്ച് എക്സസൈസ് ചെയ്യാനുണ്ട്. ഇനി നമുക്ക് എക്സസൈസ് NCERT എക്സസൈസ് 2.2 ചെയ്യാം. നോക്ക്. അപ്പോൾ ഇതുവരെയുള്ള പ്രോപ്പർട്ടി, ഇപ്പോൾ എല്ലാ പ്രോപ്പർട്ടിയും നിങ്ങൾ പഠിക്കണം കേട്ടോ. അതിന് ശേഷമാണ് ഈ എക്സസൈസ് ചെയ്യുക. അപ്പോൾ ഇതിന് മുന്നേ ഏതെങ്കിലും പ്രോപ്പർട്ടി മനസ്സിലായിട്ടില്ലെങ്കിൽ എൻ്റെ മറ്റേ ഇപ്പം കഴിഞ്ഞിട്ടുള്ള ആ സെക്ഷൻ ഒന്ന് നല്ലോണം കണ്ടിട്ട് വേണം അത് ചെയ്യാൻ. ക്ലിയർ ആയോ? അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പ്രൂവ് ദാറ്റ് 3 സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 3 സൈൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 3x മൈനസ് 4x ക്യൂബ്. ഇങ്ങനെയാണ് ചോദിച്ചത് അല്ലേ? അപ്പം ഞാൻ RHS എടുത്ത് RHS അതിൽ ലെറ്റ് എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ എന്ന് കൊടുത്തു അല്ലേ? അപ്പോൾ നമുക്കറിയാം 3x മൈനസ് 4x ക്യൂബ് എന്താവും? വേണ്ട, അത് നമ്മൾ ആ ഇതിൻ്റെ ഉള്ളിൽ തന്നെ എഴുതാം. ഈക്വൽ ടു RHS എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് എന്ത് വരും? 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ ഇസ് ഈക്വൽ ടു, ഇത് എന്തിൻ്റെ എക്സ്പാൻഷനാണ്? സൈൻ ഇൻവേഴ്സ് സൈൻ 3 തീറ്റേൻ്റെ എക്സ്പാൻഷനാണ്. സൈൻ 3 തീറ്റ ഇസ് ഈക്വൽ ടു എന്ത് വരും? 3 തീറ്റ അല്ലേ? നമ്മൾ എക്സിനെ സൈൻ തീറ്റ ആയിട്ട് എടുത്ത, അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് എന്താ വരിക? സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ 3 സൈൻ ഇൻവേഴ്സ് എക്സ്. ക്ലിയർ ആയോ? എന്ത് കിട്ടി? LHS കിട്ടി. അപ്പോൾ RHS ഈസ് ഈക്വൽ ടു LHS അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചത് പ്രൂവ് ദാറ്റ് 3 കോസ് ഇൻവേഴ്സ് എക്സ് is equal to cos inverse 4x cube minus 3x. ഇവിടെ ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡാണ് എടുക്കുന്നത്. ലെറ്റ് എക്സ് ഈക്വൽ ടു എന്തിട്ട് കൊടുക്കുക? കോസ് തീറ്റ ഇട്ട് കൊടുക്കുക അല്ലേ? അപ്പം ഇതിൽ RHS എന്തായി മാറും? കോസ് ഇൻവേഴ്സ് 4 cos cube theta minus 3 cos theta. ഇതെന്തിൻ്റെ എക്സ്പാൻഷനാണ്? 4 cos cube theta minus 3 sin theta. അത് cos 3 തീറ്റയുടെ എക്സ്പാൻഷനാണ്. അപ്പം ഇതെന്ത് വരും? cos ഇൻവേഴ്സ് cos 3 തീറ്റ എന്ന് വരും
Cos inverse cos 3 theta എന്താ വരിക 3 theta is equal to 3 into theta എന്ന് പറഞ്ഞാൽ x equal to cos theta അല്ലേ അപ്പോൾ theta equal to cos inverse x. അപ്പോൾ 3 cos inverse x അതെന്ത് കിട്ടി ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ക്ലിയർ ആയോ? അപ്പോൾ അതാണ് അതിൻ്റെ പ്രൂഫ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് പ്രൂവ് ദാറ്റ് tan inverse 2/11 plus tan inverse 7/24 is equal to tan inverse 1/2 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഞാൻ LHS എന്തെടുത്ത് tan inverse 2/11 പ്ലസ് tan inverse 7/24 എന്ന് എഴുതുക. ഇതെന്ത് വരും tan inverse a plus b നമ്മൾ ഫോർമുല യൂസ് ചെയ്യുക. അപ്പോൾ 2/11 പ്ലസ് 7/24 ഡിവൈഡഡ് ബൈ 1 മൈനസ് 2/11 ഇൻറ്റു 7/24 ഈസ് ഈക്വൽ ടു tan inverse ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എത്രയാണ് വരിക 2 into 24 എന്ന് 48 പ്ലസ് 77 ഡിവൈഡഡ് ബൈ 11 into 24 ഡിവൈഡഡ് ബൈ 11 into 24 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക 264 വരും. 264 മൈനസ് ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ 11 into 2 അപ്പോൾ 264 ഡിവൈഡ് മൈനസ് എന്ത് വരും ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം മൈനസ് 14 ഡിവൈഡഡ് ബൈ 11 into 24 അല്ലേ. ഈ 11 into 24 11 into 24 കട്ടാവും. ബാക്കി ഇനി എത്രയാണ് വരിക നോക്ക് tan ഇൻവേഴ്സ് ബ്രാക്കറ്റിൽ ഇത് എത്രയാണ് വരിക 15 ബാക്കി 125 ഡിവൈഡഡ് ബൈ എന്ത് വരും 250 അല്ലേ. 125 1 ടൈംസ് 250 2 ഈസ് ഈക്വൽ ടു എന്ത് വരും tan ഇൻവേഴ്സ് 1/2. അതാണ് എന്ത് വരുന്നത് റൈറ്റ് ഹാൻഡ് സൈഡ് RHS. ക്ലിയർ ആയോ? അതാണ് അതിൻ്റെ പ്രൂഫ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഷോ ദാറ്റ് ക്വസ്റ്റ്യൻ 2 tan ഇൻവേഴ്സ് 1/2 പ്ലസ് tan inverse 1/7 is equal to tan inverse 31/17. ഇങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് അല്ലേ. അപ്പോൾ ഈ 2 tan inverse 1/2 എങ്ങനെ എഴുതാം tan inverse 1/2 പ്ലസ് tan inverse 1/2 എന്ന് എഴുതി കൂടെ 2x തന്നെ x പ്ലസ് x അല്ലേ. അപ്പോൾ tan inverse 1/2 പ്ലസ് tan inverse 1/2 ബാക്കിയുള്ള ആരാ വരിക tan inverse 1/7 അങ്ങനെ എഴുതി കൂടെ. ഇനി ആദ്യം എറ്റ് എ ടൈം ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. അവിടെ അത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് എന്തൊരു tan ഇൻവേഴ്സ് 1/2 പ്ലസ് 1/2 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/2 ഇൻറ്റു 1/2 പ്ലസ് ബാക്കിയുള്ളത് എഴുതി വെക്കുക എന്താ വരിക tan ഇൻവേഴ്സ് 1/7. ഇത് ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വരിക tan ഇൻവേഴ്സ് 1/2 പ്ലസ് 1/2 എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ 1/2 പ്ലസ് 1/2 1 അല്ലേ. ഇതെന്ത് വരും 1 മൈനസ് 1/2 മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ 1/4 പ്ലസ് tan ഇൻവേഴ്സ് 1/7 അല്ലേ. ഇതെന്താ കിട്ടുന്നത് ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് tan ഇൻവേഴ്സ് 1 മൈനസ് അടിയിൽ എന്താ വരിക 4 മൈനസ് 1 അപ്പോൾ 3/4 എന്ന് വരും പ്ലസ് tan ഇൻവേഴ്സ് 1/7. tan ഇൻവേഴ്സ് 1/3/4 എന്നുള്ളത് 4/3 എന്നാവും പ്ലസ് tan ഇൻവേഴ്സ് 1/7. ഇനി ഇത് രണ്ടും സിംപ്ലിഫൈ ചെയ്യുക എന്താ വരിക tan ഇൻവേഴ്സ് 4/3 പ്ലസ് 1/7 by 1 minus 4/3 into 1/7 is equal to tan inverse then 28 plus 3 divided by 21 divided by
ഇത് 21 minus 4 divided by 21 കിട്ടും. ഇപ്പോൾ 21 ക്യാൻസൽ ചെയ്യുക. is equal to tan inverse 28 plus 3 എത്രയാ 31 divided by 21 minus 4 എത്രയാ 17. ക്ലിയർ ആയോ? അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. അതാണ് എന്ത് റൈറ്റ് ഹാൻഡ് സൈഡ്. ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ റൈറ്റ് ദ ഫംഗ്ഷൻ ഇൻ ദ സിംപ്ലസ്റ്റ് ഫോം. ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചത്? ക്വസ്റ്റ്യൻ നമ്പർ 5, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. എന്താ വരുന്നത്? ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ എക്സ്. ഇത് സിംപ്ലസ്റ്റ് ഫോമിലാക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞത് അല്ലേ? അപ്പം ഇത് ചെയ്യണമെങ്കിൽ ഇതിപ്പോൾ ഞാനിങ്ങനെ ഒരു ബ്രാക്കറ്റ് ഇട്ട് വിചാരിച്ചോ. ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ടേം ടാനിൽ തന്നെ വരണ്ടേ? ടാനിൽ തന്നെ വരണമെങ്കിൽ നമ്മൾ ഇപ്പം 1 പ്ലസ് ടാൻ, ഇപ്പം നോക്ക്, സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ 1 ആണ്. അപ്പോൾ സീക്ക് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താ വരിക? 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ അല്ലേ വരിക അല്ലേ? അപ്പോൾ ഇവിടെ ടാൻ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സീക്ക് സ്ക്വയർ തീറ്റ കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ലെറ്റ് എക്സ് ഈക്വൽ ടു സി ടാൻ തീറ്റ എന്ന് കൊടുത്ത്, അപ്പോൾ അതിൽ തന്നെ തീറ്റ എന്ത് കിട്ടും? ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടും. അന്നിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ വരിക? ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ മൈനസ് 1 ബൈ ടാൻ തീറ്റ എന്ന് കിട്ടും. is equal to tan inverse 1 plus tan square theta എന്ന് പറഞ്ഞാൽ 6 square theta. 6 square theta റൂട്ടിൻ്റെ ഉള്ളിൽ മൈനസ് 1 ബൈ ടാൻ തീറ്റ is equal to tan inverse 6 square theta എന്ന് പറയുമ്പോൾ എന്താ പറയുക? sec theta മൈനസ് 1 ബൈ ടാൻ തീറ്റ അല്ലേ? ഇത് ഇനിയും സിംപ്ലിഫൈ ചെയ്യുക. ടാൻ ഇൻവേഴ്സ് sec theta എന്ന് പറയുന്നത് എന്താ എഴുതാം? 1 by cos theta minus 1 by sin theta divided by cos theta. tan theta അങ്ങനെയാക്കി എഴുതി കൂടെ is equal to tan inverse 1 minus cos theta divided by cos theta divided by sin theta divided by cos theta അല്ലേ? ഈ cos theta കട്ടാവും. ഇനി എന്താ വരിക? ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1 മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ. അപ്പം ഇങ്ങനെയല്ലേ വരിക? 1 മൈനസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. ഇനി 1 മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് അതിൻ്റെ ഫോർമുല 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 എന്നാണ്. 1 മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. ഈ സൈൻ തീറ്റേനെ എങ്ങനെ എഴുതാം? 2 സൈൻ തീറ്റ ബൈ 2 ഇൻറ്റു കോസ് തീറ്റ ബൈ 2 എന്ന് എഴുതാം അല്ലേ? ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഒരു സൈൻ തീറ്റയും ഇവിടുത്തെ ഒരു സൈൻ തീറ്റയും കട്ടാവും. ഈ 2 ക്യാൻസൽ ആവും. ബാക്കി ആരാ ഉണ്ടാവുള്ളൂ? സൈൻ തീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ബൈ 2. സൈൻ തീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ബൈ 2 എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റ ബൈ 2 ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റ ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താ വരിക? തീറ്റ ബൈ 2 ഇസ് ഈക്വൽ ടു തീറ്റ നമ്മൾ എക്സിന് ടാൻ തീറ്റ അല്ലേ കൊടുത്ത്, അപ്പോൾ തീറ്റ എന്ത് വരും? ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് വരും. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 2. അപ്പോൾ അതാണ് അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം. ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്.
അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതായത് ടാൻ ഇൻവേഴ്സ് ഇപ്പം ടാൻ ഇൻവേഴ്സ് 1/√(x²) - 1. അവിടെ എക്സിന് എന്ത് ഇട്ട് കൊടുത്താൽ മതി, കൊസീക് തീറ്റ ഇട്ട് കൊടുത്താൽ മതി. ബാക്കി കിട്ടിക്കോളും. ബാക്കി എങ്ങനെ കിട്ടും മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. 7th ക്വസ്റ്റ്യൻ. tan inverse root of 1 minus cos x divided by 1 plus cos x അല്ലേ? ഇത് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്കറിയാം, 1 മൈനസ് കോസ് എക്സിന് നമുക്ക് എന്ത് എഴുതാം, 2 sin square x/2 എന്ന് എഴുതാം. അതുപോലെ തന്നെ 1 പ്ലസ് കോസ് എക്സിനെ 2 cos square x/2 എന്ന് എഴുതാം. ഇത് രണ്ട് ഐഡന്റിറ്റി ഉണ്ട്, കഴിഞ്ഞൊല്ലൊക്കെ പഠിച്ചതാ, നമ്മൾ ഇന്റഗ്രേഷനിലൊക്കെ ഇത് അത്യാവശ്യം കേട്ടോ. അപ്പോൾ ഇത് രണ്ടെണ്ണം പഠിച്ചു വെച്ചോ. അപ്പോൾ ഇതെന്ത് വരും, tan inverse root of 2 sin square x/2 divided by 2 cos square x/2 എന്ന് വരും. 2ഉം 2ഉം കട്ടാവൂലേ, ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എന്ത് വരും, റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ x/2 ബൈ കോസ് സ്ക്വയർ x/2 തന്നെ ടാൻ സ്ക്വയർ x/2 ഈക്വൽ ടു റൂട്ടിൻ്റെ പുറത്ത് വരുമ്പോൾ ടാൻ ഇൻവേഴ്സ് ടാൻ x/2 അല്ല, ഈ ഈക്വൽ ടു എന്ത് വരും, ടാനും ടാനും ക്യാൻസൽ ആവും, എന്ത് വരും, x/2. ക്ലിയർ ആയോ? അപ്പോൾ x/2 ആണ് അതിൻ്റെ ആൻസർ വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. റൈറ്റ് ക്വസ്റ്റ്യൻ 8. റൈറ്റ് tan inverse cos x minus sin x divided by cos x plus sin x in the simplest form. ഇതിനെ സിംപ്ലസ്റ്റ് ഫോമിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ നിങ്ങൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ 1 മൈനസ് ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ തീറ്റയ്ക്ക് ഒരു ഫോമിലുണ്ട്. അപ്പോൾ നമുക്കത് അതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ മൊത്തം എന്താക്കുക, കോസ് എക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഓരോ ടേമിനെയും കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കോസ് എക്സ് ബൈ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ കോസ് എക്സ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് is equal to tan inverse cos x by cos x 1 minus tan x by 1 plus tan x എന്ന് വരും. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, tan inverse 1ന് പകരം എന്ത് എഴുതാം, tan pi by 4 minus tan x divided by 1 plus ഇവിടെ എന്ത് 1 ഇല്ലാത്തതിനെ കൊണ്ട് ടാൻ പൈ ബൈ 4 ഇൻറ്റു ടാൻ എക്സ് എന്ന് എഴുതാം അല്ലേ? കാരണം ഇവിടെ എന്താ വരിക, ഇവിടെ ഒരു 1 വേണമെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഇത് എന്തിൻ്റെ എക്സ്പാൻഷനാണ്, നമുക്ക് ടാൻ ഇൻവേഴ്സ് ടാൻ പൈ ബൈ 4 മൈനസ് എക്സിൻ്റെ എക്സ്പാൻഷനാണ്. അപ്പോൾ ടാനും ടാനും ക്യാൻസൽ ചെയ്യും. ലാസ്റ്റ് ആൻസർ എന്താ വരിക, പൈ ബൈ 4 മൈനസ് എക്സ്. ക്ലിയർ ആയോ? അപ്പോൾ അതാണ് അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. 9th one tan inverse x divided by root of a square minus x square. Write this in the simplest form അല്ലേ? അപ്പം നമുക്കറിയാം ഇവിടെ ഡിനോമിനേറ്ററിൽ ഇതിപ്പോൾ ടാൻ അല്ലേ ചെയ്യുന്നത്, അപ്പോൾ ടാനിൻ്റെ ഉള്ളിൽ എന്ത് വരണം, ടാൻ വരണം. അപ്പോൾ ഡിനോമിനേറ്ററിൽ കോസ് തീറ്റയും സൈൻ തീറ്റയും കോസ് തീറ്റയും വരണം, ന്യൂമറേറ്ററിൽ സൈൻ തീറ്റയും വരണം. അപ്പം ഞാൻ പുട്ട്
എക്സ് ഈക്വൽ ടു ഒരു എ സൈൻ തീറ്റ ഇട്ടെടുത്ത് അല്ലേ. അപ്പോൾ എക്സ് ബൈ എ എന്ത് വരും? സൈൻ തീറ്റ. ദെർഫോർ തീറ്റ എന്നുള്ള എന്താ വരിക? സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. അപ്പോൾ അത് മനസ്സിൽ വിചാരിച്ചോ. അപ്പോൾ ഇതെന്ത് വരും? ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ പൊസിഷനിൽ എന്ത് ഇട്ട് കൊടുക്കും? എ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് എന്ന് പറഞ്ഞത് എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ is equal to tan inverse a sin theta divided by ഇവിടെ എന്ത് ചെയ്യുക? എ സ്ക്വയർ പുറത്തെടുക്കുക. അപ്പോൾ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്നാവില്ലേ? is equal to tan inverse a sin theta divided by റൂട്ടിൻ്റെ പുറത്ത് ആവില്ലേ എ. അപ്പോൾ എ റൂട്ട് ഓഫ് എ സ്ക്വയറിൻ്റെ റൂട്ട് എ ആവും. അപ്പം എന്തൊരു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ എയും ക്യാൻസൽ ചെയ്യുക. ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്താ വരിക? കോസ് തീറ്റ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ടാൻ എന്താ വരുന്നത്? ടാൻ തീറ്റ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ഇപ്പോൾ ഇവിടെ ടാനും ക്യാൻസൽ ചെയ്യുമ്പോൾ എന്താ വരിക? തീറ്റ. തീറ്റ നമ്മൾ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്? സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ക്ലിയർ ആയോ? അപ്പം അതിൻ്റെ വാല്യൂ ആണ് സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. Tenth one. Write tan inverse 3a square x minus x cube by a cube minus 3ax square in the simplest form. അല്ലേ. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടാൻ 3 തീറ്റേൻ്റെ ഫോം കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇവിടെ എക്സിന് എന്തിട്ട് കൊടുക്കുക? ലെറ്റ് എക്സ് ഈക്വൽ ടു എ ടാൻ തീറ്റ എന്ന് കൊടുക്കുക. അപ്പോൾ എക്സ് ബൈ എ എന്ത് വരും? ടാൻ തീറ്റ എന്ന് കിട്ടും. ദെർഫോർ തീറ്റ എന്ന് പറയുന്നത് എന്താ വരിക? ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. അപ്പോൾ അത് മൈൻഡിൽ നിൽക്കട്ടെ. അപ്പോൾ ഇവിടെ കൊടുത്തു നോക്കിയാലോ? ടാൻ ഇൻവേഴ്സ് 3a സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എ ടാൻ തീറ്റ മൈനസ് എ ടാൻ തീറ്റ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ എ ക്യൂബ് മൈനസ് 3a ഇൻറ്റു ടാൻ തീറ്റ ഹോൾ സ്ക്വയർ. ഇങ്ങനെയല്ലേ വരിക? ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ടാൻ ഇൻവേഴ്സ് എന്താ വരിക? 3a ക്യൂബ് ടാൻ തീറ്റ മൈനസ് എ ക്യൂബ് ടാൻ ക്യൂബ് തീറ്റ ഡിവൈഡഡ് ബൈ എ ക്യൂബ് മൈനസ് 3a ടാൻ സ്ക്വയർ തീറ്റ. ഇങ്ങനെയല്ലേ കിട്ടുക? അപ്പം ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നോക്ക്, ടാൻ ഇൻവേഴ്സ് ഇവിടെ ആര് കോമണാ? എ ക്യൂബ് ടാൻ തീറ്റ കോമണാ. അപ്പോൾ എ ക്യൂബ് ടാൻ തീറ്റ ഞാൻ പുറത്തെടുത്ത് ബാക്കി ആരുണ്ടാവുക? 3 ടാൻ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് വരില്ലേ അല്ലേ? മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കിട്ടും. ഡിവൈഡഡ് ബൈ ഇവിടെ ആരാ കോമൺ ആയിട്ടുള്ളത്? എ ക്യൂബ്. എ ക്യൂബ് ഇൻറ്റു എന്ത് വരും? 1 മൈനസ് 3 ഇവിടെ സോറി ഇവിടെ എന്തുണ്ട്? നമ്മൾ ഇടാൻ പോകുന്നത് എ ടാൻ തീറ്റ ഹോൾ സ്ക്വയറാ അല്ലേ? അപ്പം 3
എ ക്യൂബ് എന്ന് വരും. ഇവിടുത്തെ ഒരു എയും ഇവിടുത്തെ എ സ്ക്വയറും കൂടി എന്താവും എ ക്യൂബാവും അല്ലേ. അപ്പം ഇവിടെ എന്താ വരിക 3 tan സ്ക്വയർ തീറ്റ എന്ന് വരും അല്ലേ. അപ്പോൾ ഈ എ ക്യൂബും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യുക അല്ലേ. അപ്പം ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് എന്താ വരിക ടാൻ ഇൻവേഴ്സ്, ഈ ടാൻ തീറ്റ എടുക്കേണ്ട കാര്യമില്ല, ടാൻ തീറ്റ അങ്ങോട്ട് എങ്ങനെ എടുത്തു, എന്താ വരിക 3 tan സ്ക്വയർ തീറ്റ മൈനസ് ടാൻ ക്യൂബ് തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് 3 tan സ്ക്വയർ തീറ്റ. ഇങ്ങനെയല്ലേ വരിക 3 tan സ്ക്വയർ തീറ്റ മൈനസ് ടാൻ ക്യൂബ് തീറ്റ ബൈ 1 മൈനസ് 3 tan സ്ക്വയർ തീറ്റ തന്നെ ടാൻ 3 തീറ്റ, ടാൻ ഇൻവേഴ്സ് ടാൻ 3 തീറ്റ. ടാനും കട്ട് ചെയ്യുമ്പോൾ എന്താ വരിക, ടാനും കട്ട് ചെയ്യുന്ന സമയത്ത് എന്താ നമുക്ക് കിട്ടുക 3 തീറ്റ എന്ന് കിട്ടും. സീക്വൽ ടു 3 ഇൻറ്റു നമ്മൾ തീറ്റ എന്തായിരുന്നു എടുത്ത്, തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. അപ്പം എന്താ വരിക 3 tan ഇൻവേഴ്സ് എക്സ് ബൈ എ. മനസ്സിലായോ? ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാണ്, ഇവിടെ നമ്മൾ സ്ക്വയർ എടുക്കാൻ മറന്നു. ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് 11th question. Find the value of tan inverse 2 cos of 2 sin inverse 1/2. ഇതാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഓരോന്ന് ഏറ്റവും ഉള്ളത്തത് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരാം. 2 cos ഇൻറ്റു 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ്, ഈ ഒരു ടേം സൈൻ ഇൻവേഴ്സ് 1/2 പറഞ്ഞാൽ 1/2 ആ വരിക. സോറി 1/2 അല്ല, എന്താ വരിക പൈ സൈൻ 30 ആണ് എന്ത് വരിക 1/2. അത് റേഡിയനിൽ വരുമ്പോൾ സൈൻ π/6 എന്നാവും 1/2. അപ്പോൾ ഇതെന്താ വരിക സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ π/6 അല്ലേ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ π/6 അല്ലേ. ഇനി 2 ഇതും കട്ട് ചെയ്താൽ എന്ത് വരും 3 അല്ലേ വരിക. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 2 cos എന്താ വരിക π/3 എന്ന് വരും. cos π/3 എന്ന് പറഞ്ഞാൽ cos π/3 എന്ന് പറഞ്ഞാൽ cos 60 അതിൻ്റെ വാല്യൂ എന്താ വരിക 1/2. അപ്പോൾ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 2 cos π/6 തന്നെ. അപ്പോൾ ഇത് എൻ്റെ ആൻസർ കിട്ടും 1/2. ഈ 2 2 കട്ടാവും. എന്താ വരിക ടാൻ ഇൻവേഴ്സ് 1. ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ എന്താ വരിക π/4. കാരണം ടാൻ 1 അല്ല π/4, അപ്പോൾ അതിൻ്റെ ആൻസർ π/4 അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ കോട്ട് ഓഫ് ടാൻ ഇൻവേഴ്സ് എ പ്ലസ് കോട്ട് ഇൻവേഴ്സ് എ. ടാൻ ഇൻവേഴ്സ് എ പ്ലസ് കോട്ട് ഇൻവേഴ്സ് എ എന്ന് പറഞ്ഞാൽ π/2 വരും അല്ലേ. അപ്പോൾ കോട്ട് ഓഫ് π/2 എന്താ വരിക 0 വരിക അല്ലേ. അത് സിമ്പിളാണ്, അത് നിങ്ങൾ നേരത്തെ ചെയ്ത പ്രോബ്ലം തന്നെ നോക്കിയാൽ മതി. ഇനി 13th ക്വസ്റ്റ്യൻ നോക്ക്. ഈ 13th ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യേണ്ടത് ടാൻ ഓഫ് 1/2 ഇൻറ്റു തന്നിരിക്കുന്നത് സൈൻ ഇൻവേഴ്സ് 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് cos ഇൻവേഴ്സ് 1 മൈനസ് വൈ സ്ക്വയർ ബൈ 1 പ്ലസ് വൈ സ്ക്വയർ അല്ലേ. അപ്പം ഞാനിവിടെ ചെയ്യുന്നത് എന്താ, രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക. ലെറ്റ് എക്സ് ഈക്വൽ ടു എന്തിട്ട് കൊടുത്ത് ടാൻ തീറ്റ ആൻഡ് y ഈസ് ഈക്വൽ ടു ഒരു ടാൻ ഫൈ കൊടുത്ത് വിചാരിച്ചോ, വേറൊരു വേരിയബിൾ ടാൻ ഫൈ അല്ലേ. അപ്പോൾ ഇതെന്ത് നമുക്ക് എങ്ങനെ എഴുതാം, മാറ്റി എഴുതാം. ടാൻ 1/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഇതെന്താ വരിക 2 tan തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ
Similarly, ഇതെന്താ cos inverse 1 minus tan square phi by 1 plus tan square phi is equal to tan 1 by 2 into sin inverse ഇതെന്താ വരിക 2 tan theta by 1 plus tan square theta sin 2 theta plus cos inverse ഇതെന്താ വരിക cos 2 theta. This is equal to tan 1 by 2 into sin inverse sin 2 theta എന്നാൽ 2 theta അല്ലേ. ഇത് കോസിൻ്റെത് എന്തല്ല 2 തീറ്റ അല്ല കേട്ടോ 2 phi ആ വരിക cos 2 phi പ്ലസ് എന്ത് വരും 2 cos inverse cos 2 phi എന്ന് പറഞ്ഞാൽ അപ്പോൾ 2 phi വരും അല്ലേ. ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് tan 1 by 2 into 2 കോമൺ ആയിട്ട് പുറത്തെടുത്തൂടെ അപ്പോൾ എന്തൊരു തീറ്റ പ്ലസ് 5 അല്ലേ. അപ്പം ഈ 2 ക്യാൻസൽ ചെയ്യുക ലാസ്റ്റ് എന്താ വരിക tan തീറ്റ പ്ലസ് 5 tan തീറ്റ പ്ലസ് 5 എന്ന് പറഞ്ഞാൽ എന്താ വരിക tan തീറ്റ പ്ലസ് tan 5 divided by 1 minus tan theta into tan 5 is equal to tan of theta നമ്മൾ എന്തായിരുന്നു എടുത്തത് tan inverse x plus 5 എന്തായിരുന്നു എടുത്തത് അതായത് x ആയിരുന്നു tan theta ആയിട്ട് എടുത്തത് അപ്പോൾ theta tan inverse x y ആയിരുന്നു tan 5 എടുത്തത് അപ്പോൾ 5 എന്ന് പറഞ്ഞാൽ tan inverse y അപ്പോൾ tan of tan inverse y divided by 1 minus tan of tan inverse x into tan of tan inverse y. This is equal to tan of tan inverse x plus y divided by 1 minus എന്താ വരിക xy. അപ്പോൾ അതാണ് ലാസ്റ്റ് ആൻസർ വരിക. ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 14. Question 14. Sine of sine inverse 1 by 5 plus cos inverse x is equal to 1. ഇങ്ങനെ തന്നിട്ടുണ്ട്. If sine of sine inverse 1 by 5 plus cos inverse x is equal to 1, then find the value of x. x എത്രയാണ്? അപ്പോൾ ഈ സൈന് റൈറ്റ് സൈഡിലേക്ക് എടുത്താൽ എന്താ വരിക? സൈൻ ഇൻവേഴ്സ് 1 by 5 പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1 അല്ലേ വരിക? സൈൻ ഇൻവേഴ്സ് 1 എത്രയാണ് വരിക? പൈ ബൈ 2. അപ്പോൾ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ആണ് എന്ത് വരിക? പൈ ബൈ 2. ദെർഫോർ എക്സ് എന്ന് പറയുന്നത് ഇത് രണ്ട് ഈക്വൽ ആയിരിക്കും. അപ്പം നമ്മൾ നേരത്തെ ഒരു പ്രോപ്പർട്ടി പഠിച്ചില്ലേ? സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്താ വരിക? പൈ ബൈ 2. അപ്പോൾ ഈ എക്സ് എന്തായിരിക്കണം? 1 by 5 ആയിരിക്കണം. ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. If tan inverse x minus 1 by tan inverse x minus 1 by x minus 2 plus tan inverse x plus 2 divided by x plus 2 അല്ല, tan inverse x plus 1 by x plus 2 equal to pi by 4, then find the value of x. അല്ലേ? അപ്പം നമ്മളിവിടെ സിംപ്ലിഫൈ ചെയ്യാം. tan inverse
എ പ്ലസ് ബി എന്താ വരിക? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ. അപ്പോൾ എക്സ് മൈനസ് 1 ബൈ എക്സ് മൈനസ് 2 പ്ലസ് എക്സ് പ്ലസ് 1 ബൈ എക്സ് പ്ലസ് 2 ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് എ ബി എക്സ് വൈ. അതായത് എക്സ് മൈനസ് 1 ബൈ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു എന്ത് വരും? പൈ ബൈ 4. പൈ ബൈ 4. ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ടാൻ ഇൻവേഴ്സ് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക? എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 പ്ലസ് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ ഇത് രണ്ടും മൾട്ടിപ്ലൈ ആയിട്ട് ഇങ്ങോട്ട് വരില്ലേ? അപ്പോൾ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2 മൈനസ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു പൈ ബൈ 4. ഇത് രണ്ടും കട്ട് ചെയ്യുക. is equal to tan inverse x minus 2 into അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 എന്ന് എഴുതാം. ഇതോ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 2 എന്ന് എഴുതാം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ. അതുപോലെ ഇവിടെ എന്ത് വരും? ഇത് എക്സ് സ്ക്വയർ മൈനസ് 4 എന്ന് വരും. ഇവിടെ മൈനസ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് വരും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ 2 ക്യാൻസൽ ചെയ്യുക. ഈ പ്ലസ് എക്സും മൈനസ് എക്സും ക്യാൻസൽ ചെയ്യുക. ലാസ്റ്റ് എന്താ വരിക? ടാൻ ഇൻവേഴ്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 2x സ്ക്വയർ ബൈ ഇതെന്താ വരിക? എക്സ് സ്ക്വയർ മൈനസ് 4 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു പൈ ബൈ 4 എന്ന് കിട്ടും. അപ്പോൾ ഈ എക്സ് സ്ക്വയറും ഈ എക്സ് സ്ക്വയറും കട്ട് ചെയ്യാം. ഇനി എന്ത് വരും? ടാൻ ഇൻവേഴ്സ് 2x സ്ക്വയർ ബൈ ഇതെന്താ വരിക? മൈനസ് 3 ഈക്വൽ ടു പൈ ബൈ 4. ഈ ടാൻ ഇൻവേഴ്സ് അങ്ങോട്ട് പോകുന്ന സമയത്ത് എന്ത് വരും? 2x സ്ക്വയർ ബൈ മൈനസ് 3 ഈസ് ഈക്വൽ ടു ടാൻ പൈ ബൈ 4 എന്ന് വരും. അല്ലേ? ഈസ് ഈക്വൽ therefore 2x സ്ക്വയർ ബൈ മൈനസ് 3 ഈസ് ഈക്വൽ ടു ടാൻ പൈ ബൈ 4 എത്രയാ? 1. അല്ലേ? ഇനി ഓക്കെ, ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റുമോ എന്നൊരു സംശയം. ഇവിടെ ഇതെന്താ വരിക? ഇത് മൈനസ് 2 ആട്ടോ വരിക. അപ്പോൾ ഇവിടെ ഒരു മൈനസ് 4 ഉണ്ടാവും. ഈ മൈനസ് 2 എന്താവും? മൈനസ് 4 ആവും. ഇവിടെ എന്ത് വരും? മൈനസ് 4. ഇവിടെയും മൈനസ് 4. അപ്പം 2x മൈനസ് 4 എന്ന് വരും. മൈനസ് 4 ഉണ്ട്. ഇംപ്ലൈസ് 2x സ്ക്വയർ മൈനസ് 4 ഈക്വൽ ടു എന്ത് വരും? മൈനസ് 3. therefore 2x സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് വരും? മൈനസ് 3 പ്ലസ് 4 ഈക്വൽ ടു 1 എന്ന് വരും. therefore x സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ വരിക? 1/2. therefore x എന്ന് പറയുന്നത് എന്താ വരിക? പ്ലസ് ഓർ മൈനസ് 1/√2. ഇതാണ് അതിൻ്റെ ആൻസർ വരിക. x ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് √2. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ കുറേ ചെയ്തതാണ്. സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3 അല്ലേ? ആയിട്ട് പ്രോബ്ലം പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. ഇനി 18th ക്വസ്റ്റ്യൻ നോക്ക്. ഈ പ്രോബ്ലം ചെയ്യേണ്ടതിൻ്റെ ബെസ്റ്റ് മെത്തേഡ് തന്നെ ഒരു റൈറ്റ് ട്രയാങ്കിൾ നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുക.
അല്ലേ? എന്നിട്ട് ഇതിനെ തീറ്റ എന്ന് വിളിച്ചോ. അപ്പം നമുക്ക് സൈൻ ഇപ്പോൾ ഈ സൈൻ തീറ്റ എന്ന് പറയുന്നപ്പോൾ ഇതിന് 3/5 തന്നിട്ടുണ്ട്. അപ്പം ഇത് 3k എന്ന് എടുക്കുക. അപ്പോൾ ഇത് 5k, 3/5 അല്ല. അപ്പോൾ 3k/5. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ 3/5. 3/5. അപ്പോൾ ഇത് എത്രയായിരിക്കും വരിക? ഇത് നിങ്ങൾ ചെയ്താൽ എത്ര വരിക? 4k ആണ് വരിക. പൈത്തഗോറസ് തിയറം പ്രകാരം എന്താ വരിക? √5k² minus 3k² is equal to √25k² minus 9k². ഇതെന്താ വരിക? √16k² എന്ന് കിട്ടും. എന്താ വരിക? 4k. അപ്പോൾ ഇത് 4k എന്ന് കിട്ടും അല്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ തീറ്റ തന്നെയാണല്ലോ ഇതൊക്കെ. അപ്പോൾ ടാൻ തീറ്റ എന്തായിരിക്കും വരിക? ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ 3k/4k is equal to 3k/4k implies തീറ്റ എന്നുള്ളത് എന്ത് വരും? ടാൻ ഇൻവേഴ്സ് 3/4. ഇവിടെ തീറ്റ തന്നെയാണ് എന്ത് വരിക? അപ്പം ഇവിടെ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്തായിരുന്നു? 3k/5k equal to 3/5. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് എന്താ വരിക? സൈൻ ഇൻവേഴ്സ് 3/5 അല്ലേ? അപ്പോൾ തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 3/5. അപ്പോൾ ഈ സൈൻ ഇൻവേഴ്സ് 3/5 പകരം എന്തിട്ട് കൊടുത്താൽ മതി? ടാൻ ഇൻവേഴ്സ് 3/4 എന്ന് കൊടുത്താൽ മതി. ക്ലിയർ ആയോ? അതുപോലെ രണ്ടാമത്തെ കേസ് നോക്ക്. അപ്പോൾ സെക്കൻഡ് കേസിൽ നോക്ക് കോട്ട് 3/2. അപ്പോൾ കോട്ട് 3/2 എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റൻ്റ്. അപ്പോൾ 3k ഇവിടെ വരും 2k. അപ്പോൾ കോട്ട് തീറ്റ എന്ന് പറയുന്നതാണ് എന്ത് വരിക? 3/2 എന്ന് വരിക. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് കോട്ട് ഇൻവേഴ്സ് 3/2. അപ്പോൾ ടാൻ തീറ്റ എന്താ വരിക നോക്ക്? ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ 2k/3k ഈക്വൽ ടു 2/3. അപ്പോൾ തീറ്റയ്ക്ക് വേറെ എന്തിട്ട് കൊടുക്കുക? ടാൻ ഇൻവേഴ്സ് 2/3. അപ്പോൾ ഈ തീറ്റ ഈ കോട്ട് ഇൻവേഴ്സ് 3/2നെ റീപ്ലേസ് ചെയ്തിട്ട് എനിക്ക് എന്തിട്ട് കൊടുക്കുക? ടാൻ ഇൻവേഴ്സ് 2/3 എന്ന് കൊടുക്കുക. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? ടാൻ ഓഫ് സൈൻ ഇൻവേഴ്സ് 3/5 വരെ എന്തിട്ട് കൊടുക്കുക? ടാൻ ഇൻവേഴ്സ് 3/4 പ്ലസ് ടാൻ ഇൻവേഴ്സ് ഇതിൻ്റെ പൊസിഷനിൽ 2/3 എന്ന് ഇട്ട് കൊടുക്കുക അല്ലേ? ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? ടാൻ ഇൻവേഴ്സ് എന്താ വരിക? 3/4 പ്ലസ് 2/3 ഡിവൈഡഡ് ബൈ 1 മൈനസ് 3/4 ഇൻറ്റു 2/3. ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് എന്താ വരിക? സോൾവ് ചെയ്യുന്ന സമയത്ത് ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 പ്ലസ് 8 ഡിവൈഡഡ് ബൈ 12 ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെ 12 മൈനസ് 6 ഡിവൈഡഡ് ബൈ 12 എന്ന് വരും. ഈ 12ഉം ക്യാൻസൽ ചെയ്യുക. ഈക്വൽ ടു ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് 17/6 എന്ന് കിട്ടും. ടാനും ക്യാൻസൽ ചെയ്താൽ എന്ത് വരും? 17/6. 17/6 ആയിരിക്കും അതിൻ്റെ ആൻസർ വരിക. ക്ലിയർ ആയോ? അടുത്ത പ്രോബ്ലം നമ്മൾ കുറേ ചെയ്താൽ കോസ് ഇൻവേഴ്സ് കോസ് 7π/6. അത് നിങ്ങൾ 0 to π തന്നെ ആ ഇൻ്റർവെല്ലിലേക്ക് കൊണ്ടുവരണം. ഇനി 20th ക്വസ്റ്റ്യൻ നോക്ക്. 20th ആണ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നത്. അപ്പം 20th എളുപ്പമാണ് ചെയ്യാൻ. സൈൻ π/3 മൈനസ് സൈൻ ഇൻവേഴ്സ് -1/2 എന്ന്. ഇത് എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? സൈൻ π/3 മൈനസ് ഇവിടെ എന്ത് എഴുതുക? നമ്മൾ സൈൻ ഇൻവേഴ്സ് മൈനസ് തീറ്റ ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ എന്നുള്ള പ്രോപ്പർട്ടി പഠിച്ചു അല്ലേ? അപ്പോൾ അതിവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്തൊരു മൈനസ് സൈൻ ഇൻവേഴ്സ് 1/2 ഈസ് ഈക്വൽ ടു സൈൻ π/3. മനസ്സിലായില്ല? ഈ മൈനസ് ഇവിടെയുള്ള ഈ മൈനസ് ഇവിടേക്ക് വരും. അപ്പോൾ പ്ലസ് എന്ത് വരും?
സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് വരും is equal to sine of pi/3 plus sine inverse 1/2 എത്രയാണ് വരിക 30 അതായത് pi/6 is equal to sine ഇത് എത്രയാണ് വരിക 2pi/6 എഴുതി കൂടെ plus pi/6 is equal to sine ഡിനോമിനേറ്റർ സെയിം ആയ സ്ഥിതിക്ക് 3pi/6 വരും ഈക്വൽ ടു സൈൻ pi/2 സൈൻ pi/2 എത്രയാ 1 ആണ് അതിൻ്റെ ആൻസർ വരിക ക്ലിയർ ആയോ ഇനി അടുത്ത് നോക്ക് 20th question 21 find the value of tan inverse √3 minus cot inverse minus √3 നമ്മൾ പഠിച്ച് cot of മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ പൈ മൈനസ് കോട്ട് തീറ്റയാണ് അല്ലേ അത് ഞാനിവിടെ അപ്ലൈ ചെയ്യാം അപ്പോൾ ടാൻ ഇൻവേഴ്സ് √3 മൈനസ് പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് √3 അപ്പോൾ ടാൻ √3 എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് √3 എന്ന് പറഞ്ഞാൽ ടാൻ 60 ആണ് √3 വരിക അപ്പോൾ ഇവിടെ എന്ത് വരും pi/3 റേഡിയനിലാവുമ്പോൾ pi/3 ആവും മൈനസ് പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് √3 എന്ന് പറഞ്ഞാൽ കോട്ട് 30 ആണ് എന്ത് വരിക √3 വരിക അപ്പോൾ pi/6 ഈക്വൽ ടു pi/3 മൈനസ് പൈ പ്ലസ് pi/6 ഇത് രണ്ടും കൂടി ചെയ്യുന്ന സമയത്ത് എന്ത് വരും pi/2 എന്ന് കിട്ടും pi/2 മൈനസ് പൈ ഇസ് ഈക്വൽ ടു മൈനസ് pi/2 മൈനസ് pi/2 ആണ് എന്ത് വരിക അതിൻ്റെ ആൻസർ വരിക ക്ലിയർ ആയോ അപ്പോൾ എത്രയാണ് ഉള്ളത് നമ്മളെ സെക്കൻഡ് ചാപ്റ്റർ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഇനി ഇതിൻ്റെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചും കൂടി ചെയ്യാണ്ട് ഞാനത് നോട്ട്സും തരാം നിങ്ങൾക്ക് ഇതിൻ്റെ